കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ സ്വകാര്യ ബസ് മേഖല തകരുകയാണെന്ന് മുൻ മന്ത്രി സജി ചെറിയാൻ. നികുതി പകുതിയായി കുറച്ചെന്ന് പറയുമ്പോഴും സ്വകാര്യ മേഖലയ്ക്ക് അത് പ്രയോജനം ചെയ്യുന്നില്ല എന്നും സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം സ്വകാര്യ മേഖലയെ കൈവിടില്ലെന്നും വിശദമായി പഠിച്ച ശേഷം തുടർ തീരുമാനമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും പറഞ്ഞു. സർ, സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം കെഎസ്ആർടിസിയിലേക്ക് മാറുന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ ബസ് യാത്രാ മേഖലയിൽ നന്നായി ഇടപെടുന്നത് കൊണ്ടാണ് പൊതുഗതാഗത മേഖല നിലനിൽക്കുന്നതിന്റെ ഒരു കാരണം. ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഇതിനോടകം തന്നെ നിർത്തൽ ചെയ്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് സ്വകാര്യ റൂട്ടുകൾ ഉടമകൾ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സർക്കാർ ഇപ്പോൾ ഏതോ ചെറിയ നികുതി കുറച്ചു എന്നാണ് പറയുന്നത്. ഈ കുറച്ച നികുതി സ്വകാര്യ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്നതല്ല സാർ. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ സർ, ഈ മേഖലയെ സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ ഒരു സ്വകാര്യ മേഖല എന്നതിലുപരി പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ബജറ്റിൽ ഒരിക്കലും ചെയ്യാത്തതുപോലെ അവരുടെ നികുതി പകുതിയായി 50% ആയിട്ട് കുറച്ചത്. പക്ഷെ അതുകൊണ്ട് അവർക്കൊരു വർഷത്തിൽ ഏതാണ്ട് 50,000 രൂപയുടെ ഒരു ആനുകൂല്യമാണ് ലഭിക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയല്ല സാർ ഇതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര താലൂക്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ കാര്യമായിട്ട് ഓടുന്നില്ല. അവിടെ അതുകൊണ്ട് അവർക്ക് ആ വിഷയം അവിടെ ബാധകമല്ല. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ അവിടെ KSRTC ബസ്സുകളും വളരെ താരതമ്യേന കുറവായിട്ടാണ് ഓടുന്നത്. അപ്പൊ അവിടെയുള്ള സ്വകാര്യ മേഖലയ്ക്ക് ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഓടുന്ന പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ കൂടുതലായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്നതുകൊണ്ട് ഈ ബസ്സുകളിലെ കളക്ഷൻ ഒരു ദിവസം 1500 മുതൽ 2500 രൂപ വരെ കുറഞ്ഞതായിട്ടാണ് അവരുടെ പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ അതിന്റെ ഗൗരവം കാണുന്നു. അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായി.